3.4 ലക്ഷം രൂപ ചിലവാക്കി. 3.4 ലക്ഷം രൂപ നമുക്ക് വണ്ടി നമ്മൾ ഇറക്കിക്കണല്ലേ? 3.85 3,80,000. 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ ലോണും കയറൂല്ലേ? ഇതിപ്പോ ചോദിക്കുന്നത് 1.60 തന്നെയാണ്. 1,60,000 ചോദിക്കുന്നത്. അലൈവില് കാര്യങ്ങൾ 4 ടയർ പുത്തനാണ്. വണ്ടി കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ AC വർക്കിംഗ് ആണ്, പവർ ഷെയറിംഗ് വർക്കിംഗ് ആണ്, സെറ്റ് സെന്ററിലൊക്കെ എല്ലാം വർക്കിംഗ് ആണ്. ₹1 ഉള്ളിൽ കിട്ടും. ₹1 നമുക്ക് സൈഡ് ലോൺ ചെയ്ത് കൊടുക്കല്ലേ? 10.75. 10,70,000 ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ ചോദിക്കുന്നത് 1.4 1,25,000 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. എടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് പണി അങ്ങനെ വണ്ടി എടുക്കുന്നവർക്ക് എണ്ണടിക്കാൻ ഓടും. അത്ര മാത്രമേ ഉള്ളൂ. ₹2.5 കയറും. 2 ലക്ഷം വരെ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കല്ലേ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ ഷോറൂമായിട്ടാണ് വീണ്ടും എത്തിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആ ലൊക്കേഷൻ വരുന്നത് വൈലത്തൂർ വട്ടത്താണി ഉണ്ടാവും. കറക്റ്റ് വട്ടത്താണ് അതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഗുഡ് ലക്കാണ് യൂസർകാരന്റെ ഷോപ്പിന്റെ പേര് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഏകദേശം ഒരു 10-12 വണ്ടികളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുന്നത്. ഏകദേശം ഒരു 50,000 രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്നത് ഉൾപ്പെടുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ അതിൽ കാണുന്നത് മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെട്ട വണ്ടി വാഗണർ കേട്ടോ. നമ്മൾ കൂടുതൽ ഷെഫീഖാണ്. എങ്ങനെ ഇവിടെ എത്തിപ്പെടാറ് ലൊക്കേഷനൊക്കെ? ഇവിടെ വൈലത്തൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വൈലത്തൂർ താനാളൂർ റോഡ് വട്ടത്താണി. ഇത് വട്ടത്താണി, തിരൂർ വട്ടത്താണി. എത്തിപ്പെടാറ് ലൊക്കേഷൻ ഇതന്നെ താനാളൂർ. ഇങ്ങനെ വരികയാണെങ്കിൽ വൈലത്തൂർ, താനാളൂർ, നേരെ വട്ടത്താണി. തിരൂരിൽ നിന്ന് വരികയാണെങ്കിൽ നേരെ മുച്ചിക്കൽ വഴി വട്ടത്താണി, താനൂർ റോഡ് ചോദിച്ചാൽ മതി. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയൂലേ? വട്ടത്താണി കറക്റ്റ് ലൊക്കേഷൻ വട്ടത്താണി കറക്റ്റ്. ഫസ്റ്റ് പരിചയപ്പെട്ട വാഗണർ ഡീറ്റെയിൽസ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. 2016 മോഡലാണ്. സെക്കൻഡ് ഓണറാണ്. 2016 മോഡൽ. തൃശ്ശൂർ ഇറങ്ങിയ വണ്ടി. സെക്കൻഡ് ഓണറാണ്. ഇപ്പോൾ ഇവിടെ തന്നെയാണ്. ഇപ്പോൾ തിരൂർ തന്നെയാണ്. ഓപ്ഷൻ അല്ല, VXI ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ കിലോമീറ്റർ 1.5 ഓടിയിട്ടുണ്ട്. 1,50,000 ഓടിയിട്ടുണ്ട്. പക്ഷെ വണ്ടിക്ക് അങ്ങനത്തെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഫ്ലഡ് പരിപാടിയൊന്നുമില്ലല്ലോ? ഇല്ലല്ല, ഫ്ലഡ് പരിപാടി ഒക്കെ വണ്ടി നമ്മൾ ഇതിലിട്ട് അങ്ങനത്തെ വണ്ടി നമ്മൾ കയറ്റില്ലല്ലോ? ഷോറൂം കയറ്റില്ലല്ലോ? വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. വേറെ കംപ്ലൈന്റും കാര്യങ്ങളും ചോദിക്കണ്ടേ? ഇത് ചോദിക്കുന്നത് നമ്മൾ 3.85 3,80,000. എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കും. നെഗോഷ്യബിൾ ആണ്. ലോൺ ഏകദേശം എത്ര കയറും? ലോൺ ഇതിന്മേൽ ₹2.5-3 കിട്ടും. ₹3 ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ? ഇത് ലോൺ എന്നുള്ള കേരളം മൊത്തത്തിലുണ്ടല്ലോ അല്ലേ? വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത പരിചയപ്പെട്ട് അൾട്ടോടെ എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2011 മോഡല്. പിന്നെ തേർഡ് ഓണറാണ്. മൂന്നാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട്. പിന്നെ വണ്ടി ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് റീപ്ലേസ് ആണ്. ബോണറ്റ് റീപ്ലേസ് ഇടിച്ചിട്ടൊന്നുമില്ല. അതിന്റെ ചെറിയ തേങ്ങ കാര്യങ്ങൾ എന്തെങ്കിലും റീപ്ലേസ് ആയിട്ടുണ്ടാവും. ഇല്ല, കമ്പനി ഹിസ്റ്ററി നമ്മൾ നോക്കി ചെക്ക് ചെയ്തിട്ടില്ല. ശരി ഉണ്ടാവില്ല. ബോണറ്റ് ഇപ്പോൾ റീപ്ലേസ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇല്ല, 81,000 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പിന്നെ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളാണ്. മൂന്നാമത്തെ ഓണർഷിപ്പ്. വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചോദിക്കണം 1.60. 1,60,000 ലോൺ ഇതിമേ സേട്ട് എന്തായാലും കിട്ടും. അടവ് കിട്ടും. ഇതിമേ ₹1 ഉള്ളിൽ കിട്ടും. ₹1 നമുക്ക് സൈഡ് ലോൺ ചെയ്ത് കൊടുക്കല്ലേ? പിന്നെ ബാക്കി പ്രൊഫൈൽ നോക്കിയിട്ടാണല്ലേ? അതിപ്പോ ഈ സൈഡ് ലോൺ എന്നൊക്കെ മൊത്തത്തിലുണ്ടോ? കേരളത്തിലുണ്ടോ? ഏരിയകൾക്ക് അനുസരിച്ചാണ് കൊടുത്തത്. തിരൂര് ഈ ഏരിയ മാത്രമേ ഉള്ളൂ? ഏരിയ മാത്രം. ഇത് പിന്നെ പെട്രോൾ ആവുമ്പോൾ മൈലേജ് ഏകദേശം 20 കിട്ടുമല്ലോ അല്ലേ? 18 മാക്സിമം എന്തായാലും പറയാം. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. വേറെ കംപ്ലൈന്റ് എടുക്കുന്നവർക്ക് പണികളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അടുത്ത പരിചയം വീണ്ടും ഒരു അൾട്ടോ അല്ലേ? 2010 മോഡൽ. ഇത് സിംഗിൾ ആർച്ച് ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതെ, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഇല്ല, ഒന്നുമില്ല. നമ്മൾ ₹1.5 ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇല്ല, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ₹1.5 ചോദിക്കുന്നുണ്ട്. അതും നെഗോഷ്യബിൾ ആണ്. കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആർച്ച്. കാര്യങ്ങളൊക്കെ വണ്ടി ഉഷാറാണ്. വണ്ടി വൃത്തിയുണ്ട്. പിന്നെ ഇതുമ്പോൾ ലോൺ കയറുമോ? ലോണ് അതന്നെ ₹1 ഉള്ളിലുള്ള ലോണ് കിട്ടും. സേട്ടുവിൻ്റെ അടവ് മാത്രം. ₹1 ഉള്ളിലാണ് നമുക്ക് ലോൺ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കമ്പനി ശ്രീരാമിന്റെ അവിടെ കൊടുക്കും തോന്നുന്നുണ്ട്. നമുക്ക് സംസാരിച്ച് നോക്കാം. ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നീക്കം ചെയ്യല്ലേ? വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. പെട്രോൾ ആകുമ്പോൾ മൈലേജ് എന്തായാലും 18 വേറെ കുഴപ്പം എടുക്കുന്ന പണിയൊന്നുമില്ല. ഒന്നുമില്ല, ഒരു കംപ്ലൈന്റ്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത പരിചയപ്പെട്ട ഒരു ക്രെറ്റ ഡീറ്റെയിൽസ്. 2017 മോഡല്. പിന്നെ 1,15,000 ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓപ്ഷൻ എക്സസോ ആണ്. 6 എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. പിന്നെ സിംഗിൾ ആർച്ച് ഓണറാണ്. ഡോക്ടർ യൂസ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ തട്ടേ മുട്ട പരിപാടികളൊന്നും ഒന്നുമില്ല അല്ലേ? അത് ഗ്യാരണ്ടി ആണല്ലേ?
പിന്നെ എത്ര ചോദിക്കണ്ടായിട്ട് 10.25. 10,75,000 ചോദിക്കണ്ടേ? നെഗോഷ്യബിൾ അല്ലേ? ലോൺ ഏകദേശം എത്ര കയറും? 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ ലോണും കയറും അല്ലേ? ഇത് ഡീസലാണല്ലോ അല്ലേ? ഡീസൽ. മൈലേജ് ഏകദേശം നമ്മള് ചെക്ക് ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 18 കിട്ടൂലേ? ഡീസൽ ആകുമ്പോൾ ഏകദേശം 18 മാക്സിമം നമുക്ക് പറയാല്ലേ. പിന്നെ ഈ കൂടുതൽ കിട്ടുകയാണെങ്കിൽ പിന്നെ ഡ്രൈവർക്ക് അനുസരിച്ചുള്ള ആ ഒരു ഇതാണല്ലോ അല്ലേ? വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? പിന്നെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഷോറൂം സർവീസും കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ? ഫുള്ള് സെറ്റാണല്ലേ? കമ്പനി ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി ഉള്ളതാണല്ലേ? വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. 30,75 നമ്പർ വരുന്നില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ അടുത്ത് വീണ്ടും ഒരു അൾട്ടോ. ഏകദേശം എത്ര അൾട്ടോ ഉണ്ട് ഇവിടെ? ഇത് ഇവിടെ 3 ഉണ്ട്. 3 അൾട്ടോ ഉണ്ട് അല്ലേ? ഇത് 2011. 2011. ഇതും സെക്കൻഡ് ഓണറോ തേർഡ് ഓണറോ ആണ്. സെക്കൻഡ് അല്ലേ തേർഡ് ആണല്ലേ? പിന്നെ ഇത് 1 സംതിങ് ഓടിയിട്ടുണ്ട്. 1 സംതിങ് ആണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്? ബോണറ്റ് റീപ്ലേസ് ഇല്ല. പിന്നെ ഇല്ല, റീഫ് ഒന്നുമില്ല. ടച്ചപ്പ് ഉണ്ട്, പെയിന്റ് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. എത്ര നമ്മൾ ചോദിക്കണ്ടേ? ഇതിപ്പോ ചോദിക്കണ 1,60 തന്നെയാണ്. 1,60,000 നെഗോഷ്യബിൾ ആണ്. ലോണ് കിട്ടും. ശ്രീരാമിൻ്റെത് കിട്ടുന്നുണ്ട്. അത് കേരളം മുഴുവൻ കിട്ടും. പിന്നെ സേർട്ടിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ തിരൂർ നമ്മളെ ഈ റേഞ്ചിൽ മാത്രമേ കിട്ടും. തിരൂർ വട്ടത്താണി ഏരിയ മാത്രം കിട്ടുള്ളൂ അല്ലേ? അത് പിന്നെ ഈ ആളുകളെ അതിനുള്ള സജ്ജീകരണം കൊണ്ടുവരിക. അവർ പറയുന്നോടത്ത് നമുക്ക് ആർച്ച് കൊണ്ടു കൊടുക്കാം. അവർക്ക് ലോണ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പാർട്ടിക്ക് ലോണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ആർച്ച് കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ കവറൊക്കെ അത് ഉഷാറാക്കി വേണ്ടിയാണല്ലേ? സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉഷാറാണ്. പിന്നെ വണ്ടി എടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് പണി അങ്ങനെ വണ്ടി എടുക്കുന്നവർക്ക് എണ്ണടിക്കാൻ ഓടും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തോളം പരിചയപ്പെട്ട ഒരു അംബാസഡർ പഴയകാല രാജാവില്ലേ? ഇത് 99 മോഡല്, 1999 മോഡലാണ്. പിന്നെ AC പവർ സ്റ്റാറിംഗ്, ഇസൂസ് എഞ്ചിനാണ്. പിന്നെ പവർ വിൻഡോനുള്ള മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിറ്റിങ്സ് ചെയ്തിട്ടില്ല. പിന്നെ സെറ്റ്, സെൻട്രൽ ലോക്ക്, റിമോട്ട്, ഹെഡ്ലൈറ്റ്, പ്രൊജക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കാര്യങ്ങൾ, ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തതാണ്. ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി അടിപൊളിയാണ്. LCD സെറ്റ്, നമ്മൾ ഷിഫ്റ്റിന്റെ മിറർ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. വണ്ടി അടിപൊളിയാണ്. 3.25 ലക്ഷം രൂപ ചിലവാക്കി. 3.25 ലക്ഷം രൂപ. അലൈവീല് കാര്യങ്ങൾ, 4 ടയർ പുതനാണ്. വണ്ടി കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ AC വർക്കിംഗ് ആണ്, പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ആണ്, സെറ്റ്, സെൻട്രൽ ലോക്ക് എല്ലാം വർക്കിംഗ് ആണ്. ഇതിപ്പോൾ നമ്മളിവിടെ ചോദിക്കണ 1.25 ആണ്. 1,25,000 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. ലോണ് കയറൂല? ലോണ് കയറൂല. റെഡി ക്യാഷിൻ്റെ വണ്ടി ഇറക്കല്ലേ? 1.25 ലക്ഷം രൂപ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ അടുത്ത നമ്മൾ പരിചയപ്പെട്ട സ്വിഫ്റ്റ് ഡിസയർ ഇല്ലേ? എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2013 മോഡലാണ്. 2013 മോഡലാണ്. ഓപ്ഷൻ VDI ആണ്. VDI നല്ല വണ്ടിയാണ്, കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അത് കിലോമീറ്റർ കുറച്ച് കൂടുതലുണ്ട്, അതായത് 1.5 മുകളിലുണ്ട്. റണ്ണിങ് ഉണ്ട്. 3.25 നമ്മൾ ചോദിക്കുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണല്ലേ? വേറെ തട്ടുമുട്ടോ റീപ്ലേസോ അങ്ങനെ ചെറിയ എന്തൊക്കെ റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടില്ല നമ്മള്. ഇതൊക്കെ റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റിന് കൊടുക്കാൻ വേണ്ടി കൊടുക്കല്ലേ? എത്ര ചോദിക്കുന്ന റേറ്റ് തന്നെ? 3.25 നമ്മൾ ചോദിക്കുന്നത്. 3,25,000 ചോദിക്കുന്നത്. നമ്മൾ അതിനനുസരിച്ച് ലോൺ ഏകദേശം എത്ര കയറും? ലോൺ 2.5 ലക്ഷം വരെ കയറാൻ ചാൻസ് ഉണ്ട്. 2.5 ലക്ഷം വരെ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കല്ലേ? ഓക്കെ. ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഏകദേശം 50,000 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൂടെ. പിന്നെ ഡീസൽ ആകുമ്പോൾ ഏകദേശം മൈലേജ് ഒക്കെ എത്ര? 20-22 20-18 ഒക്കെ കൂട്ടിയാൽ മതി. 20-22 പറഞ്ഞു. പക്ഷേ ഒരു 18 വരെ 20 വരെ മാക്സിമം നമുക്ക് മൈലേജ് കിട്ടൂല. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? എടുക്കുന്നവർക്ക് പണികളൊന്നും ഫ്രണ്ട്സ്? അപ്പോൾ അടുത്ത പരിചയപ്പെട്ട റെഡ്സിലെ 2013 മോഡല് VXI പെട്രോൾ ആണ് വണ്ടി. VXI പെട്രോൾ ആണ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. അതൊന്നുമില്ല. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. പിന്നെ വണ്ടി കിലോമീറ്റർ 1,05,000 ഓടിയിട്ടുണ്ട്. 1,05,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പിന്നെ വില ആയിട്ട് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 3.25 ആണ്. 3,25,000 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ റേറ്റ് അല്ലേ? പിന്നെ ലോൺ ഏകദേശം എത്ര കയറുമ്പോൾ? ലോൺ ഇതിന് 2.5 ലക്ഷം വരെ കയറും. 2 ലക്ഷം വരെ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കല്ലേ? പിന്നെ പ്രൊഫൈൽ പ്രൊഫൈലും അവരുടെ പ്രൊഫൈൽ നോക്കിയിട്ട് കിട്ടല്. വണ്ടിമ്മ ഈ ഒരു ലെവലിൽ കിട്ടും. അവരുടെ പ്രൊഫൈൽ നോക്കിയിട്ട് അനുസരിച്ച് കൂട്ടി കൊടുക്കും ചെയ്യല്ലോ. പിന്നെ അത് പെട്രോൾ ആകുമ്പോൾ മൈലേജ് ഏകദേശം മൈലേജ് 16-17 നമ്മളെ ഇതിൽ മാക്സിമം അല്ലെങ്കിലും അത് ബുദ്ധിമുട്ടാണല്ലോ. ഒരു 16-17 വരെ മാക്സിമം മൈലേജ് കിട്ടൂല. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഒരു കംപ്ലൈന്റ് കാര്യങ്ങളും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു റിസൺ ഡീറ്റെയിൽസ്
ഇത് 2011 VXI പെട്രോളാണ്. 11 മോഡലാണ്. പെട്രോൾ എഞ്ചിനാണ്. പിന്നെ 1,27,000 ഓടിയിട്ടുണ്ട്. 1,27,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. തട്ടുമുട്ടി റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഫ്ലഡ് പരിപാടി ഒന്നും ഓണറാണ് വണ്ടി. മൂന്നാമത്തെ ആണ്. നമ്മൾ ചോദിക്കണേ 2.5 രൂപയാണ്. 2 ലക്ഷം ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ലോൺ ഏകദേശം എത്ര കയറും? ലോണ് 1.5 രൂപ 2 രൂപയുടെ ഉള്ളിൽ 2 ലക്ഷത്തിനുള്ളിൽ നമുക്ക് ലോൺ അവരുടെ പ്രൊഫൈൽ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കല്ലേ. പിന്നെ അത് പെട്രോളും മൈലേജ് ഏകദേശം 16-17 പ്രതീക്ഷ. 17 വരെ മാക്സിമം മൈലേജ് കിട്ടൂലേ? അതിന് മുകളിൽ കിട്ടിയ ഒരു പിന്നെ ചെറിയ ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 50,000 റുപ്യ നമുക്ക് വണ്ടി ഇറക്കാമല്ലോ അല്ലേ? പിന്നെ ബാക്കി പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാമല്ലോ അല്ലേ? വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? എടുക്കുന്നവർക്ക് പണികളൊന്നുമില്ലല്ലോ? ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നമ്മൾ പരിചയപ്പെടേണ്ട ടാറ്റ ഇൻഡിക്കട്ടോ. എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2006 മോഡലാണ്. നമ്മൾ 4 ഇറക്കിയ വണ്ടിയാണ്. 2006 നമ്മൾക്കല്ല, നമ്മളൊരു ഒരാൾക്ക് വേണ്ടിയിട്ട് വണ്ടി 4 ഇറക്കിയതാണ്. ഇപ്പം നമ്മളെ കയ്യിൽ തന്നെ ഉള്ളത് വണ്ടി. വേറെ പേര് മാറിയിട്ടൊന്നുമില്ല. സിംഗിൾ RC ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് 2006 മുതൽ ഇതുവരെ നമ്മളെടുത്തിട്ട് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. മാറിയിട്ടൊന്നുമില്ല. വണ്ടി കറക്റ്റ് ഓട്ടാണ്. കാരണം 89-90 ഇപ്പോൾ ആയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. അതെ, ഓട്ടം തന്നെ ഉള്ളൂ വണ്ടി. പിന്നെ തട്ടുമുട്ട റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഒക്കെ സിംഗിൾ കറക്റ്റ് കമ്പനി വന്ന പോലെ തന്നെ വണ്ടി. നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി നമ്പറൊക്കെ നമ്മൾ അതിന് വെയിറ്റ് ചെയ്തിട്ട നമ്പറാണ്. വെയിറ്റ് ചെയ്തെടുത്ത കളറാണ്. ഒക്കെ അതിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. സീറ്റ് കവറൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട്. വണ്ടി നമ്മൾ കൊണ്ടെടുക്കാൻ വേണ്ടി പണിതല്ല, വിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല. വില കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. എത്ര ഉദ്ദേശിക്കുന്ന റേറ്റ്? നമുക്ക് 1.5 ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാം. 1.5 ലക്ഷം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. നെഗോഷ്യബിൾ അല്ല, കറക്റ്റ് പ്രൈസാണ്. 1.5 ലക്ഷം നമുക്ക് കൈ കിട്ടണം. അതിൽ നെഗോഷ്യബിൾ ഒന്നുമില്ല. ലോൺ കിട്ടുമോ? ലോൺ കിട്ടാൻ ചാൻസ് ഇല്ല. പ്രയാസമല്ലേ? ടാറ്റന്റെ വണ്ടി അവർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ജോലി അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റൂലേ? പിന്നെ ഇത് പെട്രോൾ ഡീസലാ? ഇത് ഡീസൽ. AC-യും പവർ സ്റ്റാറിംഗ് കൊണ്ട് രണ്ടും വർക്കിംഗ് ആണ്. AC-ന്റെ പവർ സ്റ്റാറിംഗ് കൊണ്ട് രണ്ടും വർക്കിംഗ് ആണ്. മൈലേജ് ഏകദേശം? മൈലേജ് 20-22 ഒക്കെ ഉണ്ട്. 22 വരെ മാക്സിമം മൈലേജ് കിട്ടില്ലേ? കോട്ടലേറ്റ് ഇഞ്ചിനല്ലേ? വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അടുത്തോളം പറ്റപ്പെട്ട ഒരു മാക്സിമം ഞങ്ങൾ ഡീറ്റെയിൽസ്. ഇത് 2012 മോഡലാണ്. പിന്നെ ഓപ്ഷൻ വരുന്നത് ഇതിൽ അങ്ങനെ ഓപ്ഷൻ ഇല്ല. പ്രത്യേകിച്ച് ഇല്ല. AC-യും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് മാക്സിമം. പിന്നെ ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് 1.5 1.5 ലക്ഷമാണ് ചോദിക്കുന്നത്. എത്ര കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്? കിലോമീറ്റർ 1.5 സംതിങ് ആയിട്ടുണ്ട്. 1 സംതിങ് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. 1.5 ലക്ഷം നമ്മൾ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അല്ലേ? വേറെ തട്ടുമുട്ട ആക്സിഡന്റ് ഫ്ലഡ് പരിപാടികൾ ഒന്നുമില്ല. പെട്രോളോ മൈലേജ്? പെട്രോളല്ല, ഡീസലാണ്. മൈലേജ് ഇതിന്റെ നമുക്ക് കറക്റ്റ് അറിയില്ല. അത് 20-30 ഒക്കെ റേഞ്ചിൽ ഉണ്ടാവും. മൈലേജ് ഉണ്ടാവില്ലേ? നമുക്ക് ഇതിനെ പറ്റിയ ഐഡിയ ഇല്ല. പിന്നെ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വണ്ടി തന്നെ. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ കാണാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്ന ലൊക്കേഷൻ, നമ്പർ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേമാതിരി നമ്മൾ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ വീണ്ടും കാണാം.